ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ടൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ഇന്ന് തീയൊക്കെ പിടിപ്പിച്ചിട്ടില്ല, ഗ്യാസിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉമ്മയാണ് ചപ്പാത്തിയൊക്കെ ചുടുന്നത്. ഇപ്പോൾ ഉമ്മൊക്കെ എണീറ്റ് വന്ന് എല്ലാ പണികളും ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ആദ്യത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോൾ എണീറ്റ് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കുഞ്ഞോൾത്താത്ത വിളിച്ചു പറഞ്ഞു കുറച്ച് ചീനമുളക് വേണം എന്ന് കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം തന്നെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചീനമുളകിൻ്റെ മുകളിലൊക്കെ ഇതങ്ങനെ വെണ്ണൂറ് ഞാൻ ഇട്ട് കൊടുക്കണ നിങ്ങൾ കണ്ടിരുന്നില്ലേ. അപ്പോൾ ഇതിലൊക്കെ കുറേ ആൾക്കാർ ഇതിമൊക്കെ ഇരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഓരൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെണ്ണൂറ് കൊടുന്ന് ഇങ്ങനെ തൂത്ത് കൊടുത്തേക്കാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നിറയെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാനിതാ ചീനമുളക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പ്രാവശ്യത്തെ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചാലോ, അത്രക്കൊന്നും ഇപ്രാവശ്യം ഇല്ല കേട്ടോ. കുറച്ചേ കാണാനുള്ളൂ. അങ്ങനെ ഞാനിതാ കിട്ടിയതൊക്കെ കൂടെ എടുത്തിട്ട് ഓർക്ക് കൊണ്ടുകൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മതിൽമ കൊണ്ടുപോയി വെക്കും, പിന്നെ അവിടുന്ന് ഒരിടത്ത് കൊണ്ടുപോയിക്കോളും. രാവിലെ തന്നെ ആകുമ്പോൾ ഇവിടെയും പണി ഉണ്ടാവും, ഓർക്ക് അവിടെയും പണി ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റൂല കേട്ടോ. അതാണ് മതിൽമ വെക്കുന്നത്. പിന്നെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് അത് വന്ന് അങ്ങനെ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെയെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇവിടെ ഒരാൾക്ക് നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം നാരങ്ങ വെള്ളം വേണം എന്ന്. അപ്പോൾ ചായ ഒന്നും വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓനക്ക് ഉണ്ടാക്കിയപ്പോൾ കൂടെ എനിക്കും കൂടെ അങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് തന്നെ നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. പിന്നെ അതിൻ്റെ ശേഷമാണ് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. ചപ്പാത്തിക്ക് കറിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിയും തക്കാളിയും ഉരുളൻകിഴങ്ങും അതേപോലെ പച്ചക്കായയില്ലേ, ചെറിയ പഴത്തിൻ്റെ, അതവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന് കേട്ടോ. അതും ഒക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയത് ചെറിയതായിട്ട്. അങ്ങനെ അതന്നെ ഇനി ഉച്ചക്കും രാത്രിക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, രാവിലെ ചപ്പാത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളന്ന് ഉമ്മാക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചല്ലോ ഈ ഒരു സംഭവം, മുള്ളാത്ത പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതാന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ അതിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ നിർത്തിയിട്ട് പോയിട്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പം അമ്മ നേരെ ഫ്രിഡ്ജിലേക്ക് അതിനെ വെച്ചിരുന്നത്. ഞാൻ കമൻറ്റ് കണ്ടിരുന്നു ഇത് സീതപ്പഴമാണെന്ന് പറഞ്ഞിട്ടിട്ടാ. ഇത് സീതപ്പഴമല്ല, അതിന് മുകളിൽ മുള്ളുണ്ടാവില്ല കേട്ടോ. ഇത് മുള്ളാത്തയാണ്. അപ്പോൾ രണ്ടും രണ്ട് ഐറ്റമാണ്. പക്ഷേ ഉള്ളിലുള്ള സംഭവമൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് സീതപ്പഴത്തിന് ഒന്നും കൂടെ മധുരം കൂടും കേട്ടോ. ഇതിന് അത്രക്ക് മധുരമില്ല, കുറച്ച് പുളിപ്പാണ് ഇതിനുള്ളത് കേട്ടോ. പുളിപ്പും മധുരം കൂടെ ചേർന്നിട്ടാണുള്ളത്. സെയിം ഉള്ളിലുള്ള കുരും ഒക്കെ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് രണ്ടിനും. പക്ഷേ രണ്ടും രണ്ട് ഐറ്റം ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ രണ്ടാളും കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പച്ചക്കായ നമ്മൾ ഇന്നലെ കറി വെച്ചിരുന്നു കേട്ടോ. ഞാൻ കറി വെക്കുമ്പോഴൊന്നും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചതല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചൊരു ചൊയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് വെയിലാണല്ലോ, അതിൻ്റെ ഫലമാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാം വാടി നിൽക്കുകയാണ്. അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടായിട്ട് ഇങ്ങനെ വന്നിട്ടാ. ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വേറൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്താ അവിടെ നിന്നൊക്കെ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അടുത്തെത്താനായിട്ടുണ്ട് മഴ. അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അവിടെയൊക്കെ വേറെ കളറായിട്ട് മഴ പെയ്ത് അങ്ങനെ ലാസ്റ്റ് ഇങ്ങോട്ട് മഴ വന്നിട്ടാ. നല്ല വെയിലായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് മഴ പെയ്തത് കേട്ടോ. അപ്പോൾ ഉള്ള വന്ന മഴയാണെങ്കിലോ നല്ലൊരു മഴയായിരുന്നു. വലിയ തുള്ളികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മഴ കുറച്ച് നേരം നിന്നിട്ട് അങ്ങോട്ട് പെയ്തിട്ട് പോയിട്ടാ. പിന്നെയാണെങ്കിൽ നമ്മളെ കമൻറ്റ് കാക്കുവിൻ്റെ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം എണ്ണീറ്റുണ്ട് എന്ന് ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ അതങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. ഞാൻ മനഃപൂർവ്വം പറയണതല്ല കേട്ടാ, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ ടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. കണ്ട പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ വേണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല അത്. അപ്പോൾ ചുമയും കഫക്കെട്ടും ഒക്കെ ഉള്ള ചെറുക്കനാണ് കുടയും ചൂടിയിട്ട് അവിടെ മഴവെള്ളം കാണാൻ പോയിട്ടുള്ളത്. അങ്ങനെ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തണുപ്പ് തട്ടിയപ്പോഴാണ് എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കൊണ്ടുപോയ നേരത്തെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേഗം തന്നെ പോയിട്ട് അത് എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഓർമ്മ വന്നാൽ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അപ്പം അങ്ങനെ പെട്ടെന്നാണ്ട് മടുക്കും. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും തോന്നും കഴിക്കണം എന്ന്. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. പ്രാവശ്യം സ്പൂണൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കണത്. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, കൈയിട്ട് വാരി അങ്ങ് തിന്നാൽ പോരെ. അങ്ങനെ പിന്നെ ഇത് ഉച്ചക്കത്തേക്ക് ഉള്ള കറികളാണ് കേട്ടോ. ഉരുളങ്കിഴങ്ങ് പൊരിച്ചതും ചോറും അച്ചാറുമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇത് ഐസുകുട്ടിക്ക് എടുത്ത ചോറാണ്, അതുകൊണ്ടാണ് കേട്ടോ അച്ചാറിടാത്തത്. അച്ചാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഉച്ചവരെയുള്ളത് ഇത്രയാണ് ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്.